ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജർമ്മിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായമാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ഇന്ന് 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായ മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശിമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയോടും കൂടെ അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, സഹോദരന്മാരായ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം പറഞ്ഞ തിരുവെഴുത്തിന് നിവൃത്തി വരുവാൻ ആവശ്യമായിരുന്നു. അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ ശുശ്രൂഷയിൽ പങ്ക് ലഭിച്ചവനല്ലോ. അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ച് തലകീഴായി വീണ് നടുവെ പിളർന്ന് അവൻ്റെ കുടലെല്ലാം തുറച്ചുപോയി. അത് യെരുശലേമിൽ പാർക്കുന്ന എല്ലാവർക്കും അറിഞ്ഞതായതുകൊണ്ട് ആ നിലത്തിന് അവരുടെ ഭാഷയിൽ രക്തനിലം എന്നർത്ഥമുള്ള അക്കൽദാമ എന്ന പേരായി. സങ്കീർത്തന പുസ്തകത്തിൽ അവൻ്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിലാരും പാർക്കാതിരിക്കട്ടെ എന്നും അവൻ്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തന് ലഭിക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു. ശിഷ്യന്മാർ മാളിക മുകളിൽ കയറിപ്പോയി. അവിടെ കൂടി വന്നിരുന്ന ശിഷ്യന്മാരുടെ പേരുകൾ പറഞ്ഞിരിക്കുന്നു. 11 പേരുടെയും പേരുകൾ അവിടെയുണ്ട്. അവരോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളുടെ പേര് പറഞ്ഞിട്ടില്ല. സ്ത്രീകളെന്ന് പറഞ്ഞിട്ടുണ്ട്. യേശുവിൻ്റെ അമ്മയായ മറിയയും യേശുവിൻ്റെ സഹോദരന്മാരോടും അവരോട് കൂടെ ഉണ്ടായിരുന്നു. അവർ പ്രാർത്ഥന കഴിക്കുകയായിരുന്നു. അപ്പോൾ കാത്തിരിക്കുവാനാണ് യേശു അവരോട് പറഞ്ഞത്. പരിശുദ്ധാത്മാവ് വരുവാൻ വേണ്ടി കാത്തിരിക്കാൻ പറഞ്ഞു. യെരുശലേമിൽ കാത്തിരിക്കാൻ പറഞ്ഞു. അവർ കാത്തിരുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. ഇതൊരു നല്ല പാഠമാണ്. പലപ്പോഴും ജീവിതത്തിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ആ കാത്തിരിക്കുന്ന സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു നല്ല മാതൃകയാണ്. 15-ാം വാക്യത്തിൽ ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് എന്ന് കാണുന്നു. 13-ാം വാക്യത്തിൽ അവർ മാളിക മുറിയിൽ കയറിപ്പോയി എന്ന് കാണുന്നു. 15-ാം വാക്യത്തിൽ ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ എന്ന് കാണുന്നു. മാളിക മുകളിൽ 120 പേരുണ്ടായിരുന്നു. 15-ാം വാക്യത്തിൽ പറയുന്ന സംഭവം, അതായത് ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ, അത് മാളിക മുകളിൽ ആയിരുന്നു. പല ആളുകളും ഇത് രണ്ടും ഒന്നാണ് എന്ന് കരുതുന്നു. പക്ഷേ വാസ്തവത്തിൽ അത് ശരിയല്ല. 120 പേർക്ക് കൂടിയിരിക്കാൻ പറ്റിയ ഒരു മാളിക മുറി ആ കാലത്ത് ഉണ്ടാകുവാൻ ഒരു സാധ്യതയുമില്ല. ഇന്നത്തെ കാലത്ത് അത് സാധിക്കും, അന്നത് സാധിക്കില്ല. അതുകൊണ്ട് മാളിക മുറിയിൽ അവർ കയറിപ്പോയി എന്ന് പറയുന്നത് യേശു ശിഷ്യന്മാരോടുകൂടെ പെസഹ കഴിച്ച ആ മാളിക മുറി പോലെ ഒരു മുറിയായിരിക്കും. ഒരു പക്ഷേ ആ മുറി തന്നെയായിരിക്കും. അവിടെ 12 13 പേര്, മാക്സിമം ഒരു 20 പേർക്ക് ഇരിക്കാവുന്ന ഒരു സ്ഥലമാണ്. എന്നാൽ ഇവിടെ 15-ാം വാക്യത്തിൽ നാം കാണുന്നത് ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ, ഈ കാലമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് വരുന്നതിനും യേശുവിൻ്റെ സ്വർഗാരോഹണത്തിനും ഇടയിലുള്ള സമയമാണ്. 10 ദിവസത്തെ സമയം. അതിനിടയിൽ ഒരു ദിവസം ഇവർ 120 പേർ കൂടി വന്നു. അതായത് ഈ 120 പേരെന്ന് പറയുന്നത് യേശുവിൻ്റെ ശിഷ്യന്മാരായിരുന്ന 70 പേരെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ ഈ ഗലീലയിൽ നിന്ന് വന്ന ആളുകളുണ്ട്, സ്ത്രീകളുണ്ട്, ഇങ്ങനെ പലരും ആ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ യേശുവിനെ പരിചയമുള്ള യേശുവിൻ്റെ ശിഷ്യന്മാരായി അവനോടൊപ്പം നടന്നിട്ടുള്ളവരും അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരുമായ 120 പേർ യെരുശലേമിലുള്ള ഏതോ ഒരു സ്ഥലത്ത് കൂടിയിരിക്കുകയായിരുന്നു. ആ സമയത്ത് പത്രോസ് എഴുന്നേറ്റ് നിന്ന് ചില കാര്യങ്ങൾ പറയുകയാണ്. പത്രോസ് പ്രസംഗിക്കുവാൻ കഴിവുള്ള ആളായിരുന്നു. താൻ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, സഹോദരന്മാരായ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം പറഞ്ഞ തിരുവെഴുത്ത് നിവർത്തി വരുവാൻ ആവശ്യമായിരുന്നു.
ഇതാണ് പത്രോസിൻ്റെ ആദ്യത്തെ പ്രസംഗം. പെന്തക്കോസ്ത് നാളിൽ ചെയ്ത പ്രസംഗത്തിന് മുമ്പ് ചെയ്ത പ്രസംഗമാണിത്. ഈ പ്രസംഗം 120 പേരോടായിരുന്നു. ഈ പ്രസംഗത്തിൽ പത്രോസ് ആദ്യം ചെയ്തത് ഒരു വേദഭാഗം ഉദ്ധരിക്കുക എന്നതാണ്. അതൊരു നല്ല മാതൃകയാണ്. പത്രോസ് പറഞ്ഞു, സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം അത് താൻ ഉദ്ധരിക്കുകയാണ്. സങ്കീർത്തനം എഴുതിയത് പരിശുദ്ധാത്മാവാണ് എന്നും താൻ പറയുന്നു. പിന്നീട് താൻ പറയുന്നത് യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദയെക്കുറിച്ചാണ്. യൂദ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായിരുന്നു, എന്ന് വച്ചാൽ അവൻ അപ്പോസ്തലനായിരുന്നു, യേശുവിൻ്റെ ശിഷ്യൻ എന്നറിയപ്പെട്ടവനാണ്. പിന്നെ അവന് ശുശ്രൂഷ കൊടുത്തിരുന്നു. അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ്റെ അധ്യക്ഷസ്ഥാനം. അപ്പോൾ അവനൊരു അധ്യക്ഷനായിരുന്നു. ഓർക്കുക, അപ്പോസ്തലൻ, ശിഷ്യൻ, ശുശ്രൂഷക്കാരൻ, അധ്യക്ഷൻ, ഈ പദവി എല്ലാം ഉണ്ടായിരുന്ന യൂദയാണ് അവസാനം നാശയോഗ്യനായി തീർന്നത്. അവൻ യേശുവിനെ പിടിക്കുവാൻ വന്നവർക്ക് വഴികാട്ടിയായി തീർന്നു. അവൻ എന്താണ് ചെയ്തത് എന്ന് 18-ാം വാക്യത്തിൽ പത്രോസ് പറയുന്നു. അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ചു. അനീതിയാണ് താൻ ചെയ്തത്. താൻ ചെയ്ത അനീതിക്ക് തനിക്കൊരു കൂലി കിട്ടി. ആ കൂലിയാണ് പണം. അത് ദേവാലയത്തിൽ കൊണ്ടെറിഞ്ഞു. പുരോഹിതന്മാരത് സ്വീകരിച്ചില്ല. അവർ പറഞ്ഞു, ഇത് ഭണ്ഡാരത്തിൽ ഇടരുത്, ഇത് രക്തത്തിൻ്റെ വിലയാണ്. അപ്പോൾ പുരോഹിതന്മാർക്ക് പോലും അറിയാമായിരുന്നു അവർ ഒരു പാപം ചെയ്യാത്ത ഒരാളെ കൊല്ലാൻ വേണ്ടിയാണ് ഈ പണം ചെലവഴിച്ചതെന്ന്. അപ്പോൾ അത് ദേവാലയത്തിൽ ഇടരുത് എന്നവർ തീരുമാനിച്ചു. ആ പണം കൊണ്ട് സ്ഥലം മേടിച്ചു. ആ സ്ഥലത്ത് ആണ് യൂദ തൂങ്ങി മരിച്ചതെന്നാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അവൻ തൂങ്ങിച്ചാകാൻ ശ്രമിച്ചു, പക്ഷേ കയറ് പൊട്ടിയതായിരിക്കാം. അവൻ വീണ് നടുവെ പിളർന്ന് അവൻ്റെ കുടലെല്ലാം തുറച്ചു. ഒരു വളരെ ബീഭത്സമായ ഒരു കാര്യമാണ്. നമുക്ക് ആർക്കും കാണാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഒരു മനുഷ്യൻ വീണ് അവൻ്റെ വയറൊക്കെ പൊട്ടി, വളരെ ഭീകരമായൊരു സീൻ. പക്ഷേ പത്രോസ് അതിനെക്കുറിച്ച് പറയുകയാണ്. എന്നിട്ട് നമ്മൾ പറഞ്ഞ വേറൊരു കാര്യം, ഈ സംഭവം യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരും അറിഞ്ഞതാകൊണ്ട് ആ നിലത്തിന് അവരുടെ ഭാഷയിൽ രക്തനിലം എന്നർത്ഥമുള്ള അക്കൽദാമ എന്നു പേരായി. അപ്പോൾ യൂദായ്ക്ക് സംഭവിച്ച കാര്യം യെരുശലേമിലുള്ള എല്ലാവരും അറിഞ്ഞു. മത്തായി സുവിശേഷത്തിൽ നമ്മളൊരു കാര്യം വായിക്കുന്നുണ്ട്. അതിൻ്റെ അവസാന ഭാഗത്ത് മഹാപുരോഹിതന്മാർ യേശുവിൻ്റെ കല്ലറയ്ക്ക് കാവലിരുന്ന പട്ടാളക്കാർക്ക് കുറേ പൈസ കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ അവൻ്റെ ശരീരം കട്ടുകൊണ്ടുപോയി. അങ്ങനെ ഒരു കഥ അവർ പ്രചരിപ്പിച്ചു. അതാണ് ആദ്യത്തെ പെയ്ഡ് ന്യൂസ്. ഇനി അത് ഗവർണറുടെ ചെവിയിലെത്തിയാൽ ഞങ്ങൾ പണം കൊടുത്ത് അതൊക്കെ ഒതുക്കി തീർത്തോളാം എന്ന് പറഞ്ഞ് അവർക്ക് പണമൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു കഥ അവർ പടച്ചു വിട്ടു. എന്നാൽ ഈ സംഭവം, അതായത് യേശുവിനെ ഒറ്റിക്കൊടുത്ത യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായ യൂദയ്ക്ക് സംഭവിച്ച കാര്യം പ്രചരിപ്പിക്കുവാൻ ആരും 10 പൈസ ചെലവാക്കേണ്ടി വന്നില്ല. പത്രോസ് പറയുന്നത് അവന് സംഭവിച്ചത് യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരും അറിഞ്ഞതാകൊണ്ട്. അപ്പോൾ നാട്ടുകാർ ഈ സംഭവം അറിഞ്ഞിട്ട് നാട്ടുകാരാണ് ആ സ്ഥലത്തിന് രക്തനിലം അഥവാ അക്കൽദാമ എന്ന പേരിട്ടത്. അതൊരു വലിയ സാക്ഷ്യമാണ്. കാരണം യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദയ്ക്ക് സംഭവിച്ച കാര്യം എന്താണെന്ന് ആ പഠനത്തിലുള്ള എല്ലാവരും അറിഞ്ഞു. ഇന്നും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും സംഭവിക്കാറുണ്ട്. ഇതൊന്നും ദൈവം ചെയ്തതാണെന്നോ ദൈവത്തിൻ്റെ ന്യായവിധിയാണെന്നോ എന്നും നമ്മൾ പറയേണ്ട ഒരു ആവശ്യവുമില്ല. യൂദ കെട്ടിഞ്ഞാന്ന് ചാകാൻ ശ്രമിച്ചു. അവൻ താഴെ വീണ് വളരെ ഭീകരമായൊരു മരണത്തിന് ഇടയായി. ഈ കാര്യം ശിഷ്യന്മാരോ അപ്പോസ്തലന്മാരോ ആരോടും പറയേണ്ടി വന്നില്ല. നാട്ടുകാരെല്ലാവരും അറിഞ്ഞു. നാട്ടുകാർ തന്നെ ആ സ്ഥലത്തിന് രക്തനിലമെന്ന് പേരിട്ടു. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാതിരുന്ന ആളുകൾ പോലും യൂദ ചെയ്ത കാര്യം ശരിയല്ല, ആ നീതിമാനായവനെ ഒറ്റിക്കൊടുത്തതിൻ്റെ ഫലമാണിത് എന്ന് മനസ്സിലാക്കി. ശിഷ്യന്മാരാരും അത് പറഞ്ഞില്ല. അത് പറയേണ്ട ആവശ്യമില്ല. കാരണം ആളുകൾക്കത് മനസ്സിലായി. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഇത്തരം പല സംഭവങ്ങളും ഇന്നും നമ്മുടെ നാട്ടിൽ നടക്കും. സുവിശേഷ വിരോധികളായ ആളുകൾ പലരെ ഉപദ്രവിക്കുകയും പല തെറ്റായ കാര്യങ്ങളും ചെയ്യുമ്പോൾ പിന്നീട് അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ ആളുകൾ പറയും, അവരോട് അങ്ങനെ ചെയ്തുകൊണ്ടാണ് എന്ന് പറയും. നമ്മളത് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ നാട്ടുകാർക്ക് അതൊരു സാക്ഷ്യമാണ്. ഈ കഥ പറഞ്ഞു പരത്താൻ ആർക്കും പണം കൊടുക്കേണ്ട ആവശ്യം വന്നില്ല. നാട്ടുകാരത് വിശ്വസിച്ചു. അവർ
ആ സ്ഥലത്തിന് പേരിടുകയും ചെയ്തു. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.